നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴ ജില്ലയിലെത്തി. അരൂരിലും ചേർത്തലയിലും സ്വീകരണം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തലയിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനത്തിനും പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുപ്പിന് ശേഷം യോഗം സമാപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇതേ വ്യക്തിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും ഇത് UDF-നെ മോശക്കാരാക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നും രമേശ് ചെന്നിത്തല MLA. ജില്ലയിൽ അഗ്രികൾച്ചർ കോംപ്ലക്സ് ഒരുങ്ങുന്നു. 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാകുന്ന കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 18 വൈകിട്ട് 4 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കും. ഇതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴ ജില്ലയിലെത്തി. അരൂർ മണ്ഡലത്തിലായിരുന്നു ആദ്യ സ്വീകരണം. അതുപോലെ തന്നെ നമ്മുടെ നാട് വളരും ഇടതു തുടരും എന്ന മുദ്രാവാക്യമുയർത്തി ഇടതു മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള തെക്കൻ മേഖലാ ജാഥയാണ് ആലപ്പുഴ ജില്ലയിലെത്തിയത്. ഫെബ്രുവരി 4 ചേലക്കരയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജാഥ ക്യാപ്റ്റനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ് ജാഥ മാനേജറുമാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യം, PK രാജൻ മാസ്റ്റർ, യൂജിൻ മൊറൈലി, പുഴമലയ്ക്കൽ വേണുഗോപാൽ, A. ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുപറമ്പിൽ എന്നിവരാണ് ജാഥാംഗങ്ങൾ. മാക്കക്കടവിലെത്തിയ ജാഥയെ LDF നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ MK ഉത്തമൻ അധ്യക്ഷനായി. PK സാബു സ്വാഗതം പറഞ്ഞു. ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം, മാനേജർ M. സ്വരാജ്, നേതാക്കളായ മന്ത്രി P. പ്രസാദ്, CS സുജാത, TT ജിസ്മോൻ, R. നാസർ, CB ചന്ദ്രബാബു, K. പ്രസാദ്, AM ആരിഫ്, TJ ആഞ്ചലോസ്, S. സോളമൻ, B. വിനോദ്, NP ഷിബു, മനു C. പുളിക്കൽ, KB ബിമൽ റോയ്, PS ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന LDF-ന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് അങ്കണത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് AM ആരിഫ് അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചേർത്തലയിൽ സ്വീകരണം നൽകി. നാട് വളരും ഇടതു തുടരും എന്ന മുദ്രാവാക്യമുയർത്തി ഇടതുമുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള തെക്കൻ മേഖലാ ജാഥയാണ് ചേർത്തലയിലെത്തിയത്. UDF കൺവീനറും MPയുമായ അടൂർ പ്രകാശനെ ചോദ്യം ചെയ്തു വന്ന ആ വാർത്ത ഞാൻ കണ്ടില്ല, പക്ഷെ ഞാനത് കേട്ടു. അത് ശരിയാണെങ്കിൽ അത് UDF-ൻ്റെ അവസ്ഥയുടെ യഥാർത്ഥ വിളംബരമാണ്. അവരാണ് എപ്പോഴും പാട്ടിലൂടെ ചോദിക്കുന്നത്, ആരാണ് പോറ്റിയെ കയറ്റിയതെന്ന്, ആരാണ് സ്വർണം കെട്ടവനെന്ന്. പോറ്റിയെ കയറ്റിയത് AICCയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി, ആലപ്പുഴയിലെ MPയുടെ കാലത്താണ്. അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. ആ കാലത്താണ് ഈ പോറ്റി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും ആദ്യമായിട്ട് അവിടെ കയറിയത്. ഫെബ്രുവരി 4 ചേലക്കരയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജാഥ ക്യാപ്റ്റനും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ് ജാഥ മാനേജറുമാണ്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ മാസ്റ്റർ, യൂജിൻ മൊറൈലി, ഉഴമലയ്ക്കൽ വേണുഗോപാൽ, A. ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുപറമ്പിൽ എന്നിവരാണ് ജാഥാംഗങ്ങൾ. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് അങ്കണത്തിലെത്തിയ ജാഥയെ LDF നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് AM ആരിഫ് അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ ബിനോയ് വിശ്വം, മാനേജർ M. സ്വരാജ്, നേതാക്കളായ മന്ത്രി P. പ്രസാദ്, CS സുജാത, TT ജിസ്മോൻ, R. നാസർ, K. പ്രസാദ്, TJ ആഞ്ചലോസ്, S. സോളമൻ, B. വിനോദ്, KB ബിമൽ റോയ്, PS ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തലയിൽ 2 ദിവസങ്ങളായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനത്തിനും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിനും ശേഷം യോഗം സമാപിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തലയിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്.
ദേവീക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ ജില്ലയിൽ നിന്നുള്ള 100 കണക്കിന് കേബിൾ ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും അണിനിരന്നു. മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ ചേർത്തല അശ്വിനി റെസിഡൻസിയിൽ പ്രതിനിധി സമ്മേളനം ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം ഷാഹുൽ പതാക ഉയർത്തി. തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോജി ജോസഫ്, ടി എം ഷാഹുൽ എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ശ്രീനാഥ് ഗോപാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംഘാടക സമിതി കൺവീനർ പി മധു സ്വാഗതം പറഞ്ഞു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ രംഗത്തെ മാറ്റമെന്ന് പറയുന്നത് അത് ഇപ്പോൾ റേഡിയോ വന്നു, പിന്നീട് TV വന്നു. ആ TV-യുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു ദീർഘമായിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മാറ്റങ്ങൾക്ക്. പക്ഷേ ഇന്ന് ഈ ഇലക്ട്രോണിക്സ് രംഗത്തുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അത് അതിവേഗതയിലാണ്. ഓരോ ദിവസം പ്രതി അതിൻ്റെ ടെക്നോളജികൾ മാറുകയാണ്. ആ തരത്തിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ മോഹനൻപിള്ള സാമ്പത്തിക റിപ്പോർട്ടും ഇന്ത്യയുടെ ഓഡിറ്റിംഗ് കമ്മിറ്റി അംഗം ഷെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി PSCB സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പിൽ, KCCL ചെയർമാൻ K ഗോവിന്ദൻ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ ആശംസകൾ നേർന്നു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ലതീഷ് കുമാറിനെയും സെക്രട്ടറിയായി G സുരേഷ് ബാബുവിനെയും ട്രഷററായി സുനിൽ കുമാറിനെയും തിരഞ്ഞെടുത്തു. TM ഷാവുദ്ദീൻ, ശ്രീനാഥ് ഗോപാൽ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജോജി ജോസഫ്, സുമേഷ് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തിരഞ്ഞെടുത്തു. പുതിയ സെക്രട്ടറി G സുരേഷ് ബാബു നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ മുഖ്യമന്ത്രിയും ഇതേ വ്യക്തിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഇത് UDF-നെ മോശക്കാരനാക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കം മാത്രമാണെന്ന് രമേശ് ചെന്നിത്തല MLA. സ്വർണം കട്ടവരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ്. ശബരിമല ധർമ്മശാസ്താവിന്റെ സ്വർണം കട്ടവരെ എന്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത്? ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു. ഇതിലെ യഥാർത്ഥ പ്രതികളെല്ലാം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ടും ഇതുവരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് ജാമ്യം ലഭിക്കാനുള്ള കാരണം. അവർ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ജാമ്യം ലഭിക്കുമായിരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ജയിലിലായിരുന്ന പ്രതികൾക്കൊന്നും ജാമ്യം കിട്ടാതിരുന്നത്. ഇത്രയും പ്രമാദമായൊരു കേസ്, ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമാണ് ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത്. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാതിരുന്നത് ആഭ്യന്തര വകുപ്പാണ്. അതോടൊപ്പം തന്നെ സ്വർണത്തിനെ സംബന്ധിച്ചുള്ള കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് കിട്ടാത്തതും പിന്നിൽ ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റ് മനഃപൂർവ്വമായി മുൻ മന്ത്രിമാരെയും മറ്റ് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരെയും ഒക്കെ ഇപ്പോൾ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലും കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകും. ഇനി CPM-ന്റെ പല നേതാക്കന്മാരും ജയിലിൽ പോകേണ്ട ക്യൂ നിൽക്കുകയാണ്. അവർ ജയിലിൽ പോകുമെന്നുള്ള പേടി കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രി എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണ് പറയുന്നത്? KC വേണുഗോപാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വല്ല അവിടെ നിയമനം കൊടുത്തു? അവിടെ അനാവശ്യമായ അടിസ്ഥാനരഹിതമായ കാര്യമാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത്തരം ആളുകളെ കബളിപ്പിക്കാൻ 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അവരുടെ പേരിൽ ഒരു നടപടി എടുക്കാനുള്ള ധൈര്യം കാണിക്കാത്ത നട്ടെല്ല് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്നത്. എന്താണ് ഇവരുടെ പേരിൽ നടപടിയെടുക്കാത്തത്? നടപടിയെടുത്താൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും, കൂടുതൽ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തു വരും, കൂടുതൽ കാര്യങ്ങൾ അവർ വിളിച്ചു പറയും എന്നുള്ള ഭയമല്ലേ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ അദ്ദേഹം മടിക്കുന്നത്? പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല?
അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കാട്ടുകള്ളന്മാരെ, ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കാൻ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുള്ള വ്യഗ്രതയാണ്. നിയമവാഴ്ചയെ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ അടൂർ പ്രകാശ് ഹാജരായത്. പ്രതിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തുവെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്തതെങ്കിൽ അന്വേഷണ സംഘം ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണ്. പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ മുഖ്യമന്ത്രിയും ഇതേ വ്യക്തിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ഇത് UDF-നെ മോശക്കാരാക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലിൽ കിടക്കുന്ന 4 CPM നേതാക്കന്മാർക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തുകളിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും ഇവർക്കെതിരെ ഭാഗികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പ്രോസിക്യൂഷൻ അനുമതി നൽകേണ്ടതും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് നൽകേണ്ടതും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പുകളാണ്. ഇത് വൈകിപ്പിച്ച പ്രതികൾക്ക് ജാമ്യം ഉറപ്പാക്കുന്ന തന്ത്രമാണ് സർക്കാർ പയറ്റുന്നത്. ഈ വീഴ്ചകൾ മറച്ചുവെക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമാണ് UDF നേതാക്കൾക്കെതിരെ അന്വേഷണ നാടകം നടത്തുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലുള്ള ആളെന്ന നിലയിലാണ് പോറ്റിയുമായി അദ്ദേഹം സംസാരിച്ചതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. ഇത്തരം രാഷ്ട്രീയ പകപോക്കലുകൾ കൊണ്ട് UDF-നെയോ ഇപ്പോൾ നടക്കുന്ന ജാഥയോ തളർത്താമെന്ന് ആരും കരുതേണ്ട. അഡ്മിനിസ്ട്രേറ്റീവ് അധികാരമില്ലാത്ത തന്ത്രി ജയിലിലും അധികാരത്തിലിരുന്ന മന്ത്രിമാർ പുറത്തും എന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. CPM-ന്റെ പല നേതാക്കളും ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുകയാണ്. ഇവർ പിടിയിലായാൽ കൂടുതൽ വെട്ടിപ്പിന്റെ കഥകൾ പുറത്തുവരുമെന്ന ഭയമാണ് മുഖ്യമന്ത്രിക്ക്. ജയിലിലായ പാർട്ടി നേതാക്കൾക്കെതിരെ പോലും നടപടി സ്വീകരിക്കാൻ തയ്യാറാവാത്ത നട്ടലില്ലാത്ത സമീപനമാണ് മുഖ്യമന്ത്രിയുടേത്. കോടതി നിയന്ത്രണത്തിലുള്ള SIT അന്വേഷണം മരവിപ്പിക്കാനും കേസ് തേച്ചുമാച്ചു കളയാനും മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദേവസ്വം മന്ത്രി VN വാസവന് അധികാരത്തിൽ തുടരാൻ ഒരു അവകാശവുമില്ലെന്നും KC വേണുഗോപാൽ മന്ത്രിയായിരുന്ന കാലത്താണ് നിയമനം നടന്നതെന്ന മുഖ്യമന്ത്രിയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്നും അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയതും ഈ സംഭവത്തിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ UDF ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നും രമേശ് ചെന്നിത്തല MLA പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇലഞ്ഞിയിൽ കുട്ടപ്പ പണിക്കരുടെയും പുളിയങ്കോട് അറക്കൽ പത്മാവതി അമ്മയുടെയും സ്മരണാർത്ഥം രൂപീകരിച്ച പത്മാരാം ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മൺമറഞ്ഞ ഇലഞ്ഞിയിൽ കുട്ടപ്പ പണിക്കരുടെയും പുളിയങ്കോട്ട് അറയ്ക്കൽ പത്മാവതി അമ്മയുടെയും സ്മരണയ്ക്കായി മക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ട്രസ്റ്റാണ് പത്മാരാം ഫൗണ്ടേഷൻ. ഫൗണ്ടേഷന്റെ രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും പ്രഥമ പുരസ്കാര സമർപ്പണവും നടന്നു. ചേർത്തല തെക്ക് NSS സുഹൃതം കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ നാട് എല്ലാ അർത്ഥത്തിലും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടവരോടുള്ള ഒരു പ്രതിപത്തിയാണ് അവിടെയെല്ലാം കണ്ടത്. അത് തങ്ങളുടെ മാതാപിതാക്കളുടെ ഓർമ്മകളുമായി കൂടി ചേർത്ത് വെച്ച് ഇപ്പോൾ അതിനെ തയ്യാറാക്കുന്നു, നൽകുന്നു എന്ന് പറയുന്നതിന് ഒരു വലിയ പ്രാധാന്യം ഉണ്ട്. ഞാനൊക്കെ ജനിക്കുന്നതിനും ഒരു 100 കൊല്ലം മുമ്പ് മരിച്ച ഒരു കവി മലയാളത്തിലുണ്ട്. കേശവീയം എന്ന കൃതി കൊണ്ടൊക്കെ പ്രസിദ്ധനായിത്തീർന്ന KC കേശവപിള്ള. ഇല്ല മാതൃ സമം ദൈവം, ഇല്ല ദാതൻ സമൻ ഗുരു, കർമ്മണ മനസാ വാച തൽപ്രിയം ചെയ്യുക സന്തതം എന്ന് രേഖപ്പെടുത്തിയത് KC കേശവപിള്ളയാണ്. അമ്മയേക്കാൾ വലിയ ഒരു ദൈവമില്ല എന്നും അച്ഛനേക്കാൾ വലിയ ഗുരുവില്ല എന്നുമൊക്കെ പിൽക്കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എത്രയോ പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്നിട്ടാണ് പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകൾ നൽകി അത്രയും മനുഷ്യനെ പാരിൽ അയച്ച ഈശൻ എന്നും എഴുതിയ KC കേശവപിള്ളയാണ്. വർഷങ്ങൾ ഒരുപാടായി മാറിയിട്ടുണ്ട്. ഇവിടെ മാധവൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ നമ്മുടെ മുമ്പിൽ KC കേശവപിള്ള എത്തുന്നില്ലായിരിക്കാം. അതൊരു ചെറിയ പ്രതിസന്ധിയാണ്. ചരിത്രത്തോട് നമുക്ക് വല്ലാത്ത അവജ്ഞയുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്തോ ആവശ്യമില്ലാത്ത എന്നാണ് എല്ലാവരുടെയും ധാരണ. നമ്മുടെയൊക്കെ വീടുകളിൽ എത്ര പേർ ചരിത്രം പഠിക്കാൻ പോകുന്നുണ്ട് എന്നുകൂടി നോക്കുന്നിടത്ത് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഡിസ്നി ഇന്ത്യ അഡ്വൈസർ K മാധവൻ മുഖ്യപ്രഭാഷണവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. പ്രശസ്ത വയലിൻ വിദ്വാൻ തിരുവിഴ ശിവാനന്ദൻ പുരസ്കാരം സ്വീകരിച്ചു. പുതിയ ജനറേഷൻ പ്രീ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന പോലെ ഞാൻ പറയുന്നത് പ്രീ ഇൻ്റർനെറ്റ് ആൻഡ് പോസ്റ്റ് ഇൻ്റർനെറ്റ്. ഇവരുടെ സ്വഭാവം, പെരുമാറ്റം, ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റാണ്. ഈ പോസ്റ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഇപ്പോൾ പുതുതായിട്ട് 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. Gen Z, born between 97 and 2012. Gen Alpha, born between 2012 and 24. Gen Beta, that the latest edition is born between 24 and 39. This is the latest. The Beta കൊണ്ട് പറഞ്ഞാൽ അവരായിരിക്കും the latest ആയിട്ട് അപ്ഡേറ്റ് ഉള്ള
ഗ്രൂപ്പ് അവർ ജനിക്കുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടാണ് ജനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഗുണവും ദോഷവും ഇവരുടെ ഒരു പ്രോബ്ലം വന്നിരിക്കുന്നത്, ഒരാളുടെ 24 മണിക്കൂറിൽ സാധാരണഗതിയിൽ ജോലിയും ട്രാവലിങ്ങും കൂടെ 8 to 10 hours സ്പെൻഡ് ചെയ്യും. പിന്നെ ഊണും ഉറക്കവും ആയിട്ട് ഒരു 8 മണിക്കൂർ, 18 മണിക്കൂർ കാറ്റിയാൽ പിന്നെ 6 മണിക്കൂറാണ്. 6 മണിക്കൂറിൽ ഈ പറയുന്ന യങ് ജനറേഷൻ 5 മണിക്കൂറോളം സോഷ്യൽ മീഡിയയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ 65% ഓഫ് ദ പോപ്പുലേഷൻ ബിലോങ്സ് ടു ഏജ് ഗ്രൂപ്പ് ബിലോ 35. അപ്പോൾ നമ്മുടെ ഭാവി, ഈ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഭാവി, രാജ്യത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ പോപ്പുലേഷനായിരിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി സ്കോളർഷിപ്പുകളും പഠന സഹായങ്ങളും നൽകുക, ദരിദ്രരും അവഗണിക്കപ്പെട്ടവരുമായ ജനങ്ങൾക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സാ സഹായങ്ങൾ, മരുന്ന് വിതരണം എന്നിവ ഉറപ്പാക്കുക, കലാപരവും സാംസ്കാരികവുമായി മികവ് പുലർത്തുന്ന പ്രതിഭകളെ ആദരിക്കുക, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പത്മാരാം ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചേർത്തല തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. അഭിനയ ആശംസ നേർന്നു. തിരുവിഴ ശിവാനന്ദൻ മറുപടി പ്രസംഗം നടത്തി. എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആർ. ശിവകുമാർ സ്വാഗതവും ട്രസ്റ്റി പി. കെ. സോമൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് വയലിൻ ഫ്യൂഷനും സംഘടിപ്പിച്ചിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ജില്ലയിൽ അഗ്രികൾച്ചറൽ കോംപ്ലക്സ് ഒരുങ്ങുന്നു. 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം 18 വൈകിട്ട് 4 കൃഷി വകുപ്പ് മന്ത്രി പി. പ്രസാദ് നിർവഹിക്കും. ഇതിനായി നിർമ്മാണോദ്ഘാടന സ്വാഗത സംഘം രൂപീകരിച്ചു. രൂപീകരണ യോഗം എച്ച്. MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ അഗ്രികൾച്ചറൽ കോംപ്ലക്സ് ഒരുങ്ങുന്നു. 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കുന്ന കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം 18 വൈകിട്ട് 4 മണിക്ക് മന്ത്രി പി. പ്രസാദ് നിർവഹിക്കും. പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ കളർകോട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം ആത്മാ ഓഫീസിനോട് ചേർന്നാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കോംപ്ലക്സ് ആൻഡ് സെൻട്രലൈസ്ഡ് ബിൽഡിംഗ് ഫോർ ഓൾ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് സർവീസ് എന്ന സ്ഥാപനം 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്നത്. നബാർഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് കോംപ്ലക്സിന് ആവശ്യമായ പണം അനുവദിച്ചത്. റീജിയണൽ സോയിൽ അനലിറ്റിക്കൽ ലാബ്, സോയിൽ സർവേ, ജില്ലാ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, ഹോർട്ടികോർപ്പ് ഔട്ട്ലെറ്റ്, പുന്നപ്ര കൃഷിഭവൻ, മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബ്, സമുദ്രനിരപ്പിന് താഴെയുള്ള കൃഷിക്കായി അന്താരാഷ്ട്ര പരിശീലന ഗവേഷണ കേന്ദ്രം, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സംസ്ഥാന വിത്ത് പരിശോധനാ കേന്ദ്രം, കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കൃഷി അഡീഷണൽ ഡയറക്ടർ, കൊമേഴ്ഷ്യൽ ഏരിയ, അക്മാക് ലാബ്, കുട്ടനാട് FM റേഡിയോ എന്നിവയാണ് ബഹുനില കോംപ്ലക്സ് മന്ദിരത്തിൽ പ്രവർത്തിക്കുക. നിർമ്മാണോദ്ഘാടനം വിജയകരമാക്കുന്നതിനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം എച്ച്. MLA ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാപനമാണ് നമ്മുടെ ഈ കടറോടി കേന്ദ്രത്തിലേക്ക് വരുന്നത്. അതിലെ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ KLDCയുടെ ചെയർമാനും, ഈ 2 പേരും ഈ സ്ഥാപനം ഇത് നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരിച്ചെടുക്കുന്ന കാര്യത്തിലും അതിൻ്റെ സ്ഥലം ഇവിടെ തന്നെ കടറോട് തന്നെ സ്ഥാപിക്കുന്ന കാര്യത്തിലും വളരെ വ്യക്തതയുള്ള തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഈ സ്ഥാപനം ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിലെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ചേർത്തല മണ്ഡലത്തിൽ സംസ്ഥാനത്തെ മന്ത്രിയാണെങ്കിലും പ്രതിനിധീകരിക്കുന്ന മണ്ഡലം ചേർത്തലയാണ്. വേണമെങ്കിൽ മന്ത്രിയുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വേണേൽ ആലോചിക്കാത്ത കാര്യമുള്ളൂ, സ്ഥലം സംഘടിപ്പിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആലോചിക്കാതെ ഇപ്പോൾ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഓഫീസുകൾ നിൽക്കുന്ന സ്ഥലം, കുട്ടനാടുമായി ഏറ്റവും ആക്സസ് ഉള്ള ഒരു പോയിന്റ്, ഏതാണ്ട് മധ്യമായി, ജില്ലയുടെ മധ്യമായി തന്നെ ഏറെക്കുറെ വരുത്താൻ പറ്റുന്ന ജില്ലാ കേന്ദ്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പം അങ്ങനെയെല്ലാമുള്ള കാര്യത്തെ ഒരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് ആണ് കടറോട് തന്നെ സ്ഥാപിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി നിശ്ചയിച്ചത്. KLDC ചെയർമാൻ PV സത്യനേശൻ അധ്യക്ഷനായി. കൃഷിമന്ത്രിയുടെ പ്രതിനിധികളായ സിജോ ഫിലിപ്പ്, CA അരുൺകുമാർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് H. ഷബീന, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സീന, ആലപ്പുഴ ADA ഷമീറ, KLDC പ്രൊജക്ട് എഞ്ചിനീയർ S. വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പാർവതി, അക്മാർക്ക് സോയിൽ ലാബ് ടെസ്റ്റിംഗ് പ്രതിനിധികൾ എന്നിവർ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി P. ദിലീപിനെയും സെക്രട്ടറിയായി PP. രാജേഷിനെയും വീണ്ടും യോഗം തിരഞ്ഞെടുത്തു. ചേർത്തല പ്രസ് ക്ലബ് പ്രസിഡന്റായി PP. ദിലീപിനെയും സെക്രട്ടറിയായി PP. രാജേഷിനെയും വീണ്ടും തിരഞ്ഞെടുത്തു. സാബു വർഗീസാണ് ട്രഷറർ. വൈസ് പ്രസിഡന്റായി KP. ജയകുമാറിനെയും ജോയിന്റ് സെക്രട്ടറിയായി B. രാജേഷിനെയും തിരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി TP. സുന്ദരേശൻ, KT. മധു, അഭിലാഷ് ചെറുതുരുത്തിൽ, മനോജ് ആയില്യം, സാബു വടേക്കരി, മനോജ് കുശാക്കൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. പ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം ഫെബ്രുവരി 10 ആരംഭിക്കും. 23-നാണ് കുംഭഭരണി മഹോത്സവം നടക്കുക. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. എല്ലാ കൊല്ലവും നടത്തുന്ന അതേ രീതിയിൽ
എന്നേക്കാൾ ഗംഭീരമായിട്ട് തന്നെയാണ് ഇത്തവണത്തെ ഉത്സവങ്ങളും നടക്കുന്നത്. ഏതാണ്ട് 14 ദിവസം നീളുന്ന ഈ ഉത്സവത്തിൻ്റെ തുടക്കം മുതൽ, അതായത് കൊടിയേറ്റ് ഉത്സവം മുതൽ ആറാട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം നടക്കുന്ന ഗരുഡൻ തൂക്കം ഉത്സവം വരെ നീണ്ടുകിടക്കുന്ന ഉത്സവങ്ങൾ എല്ലാ തരത്തിലും താളമേളങ്ങളും വർണ്ണപ്പകിട്ടുകളും അതുപോലെ തന്നെ സംഗീത ആലാപനങ്ങളും വ്യത്യസ്തമായ കലാരൂപങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ഉത്സവങ്ങൾ എല്ലാ ദിവസവും. ഗരുഡൻ തൂക്കം ഉത്സവം എന്ന് വെച്ചാൽ കുംഭഭരണി മഹോത്സവം. ഈ കുംഭഭരണി മഹോത്സവത്തിൽ ഏതാണ്ട് 7 ഒറ്റത്തൂക്കങ്ങൾ രാവിലെ ഒരു വൈകുന്നേരം 5:30-6 മണിയോട് കൂടിയിട്ട് ദേവസ്വത്തിൽ എത്തിച്ചേരും. ആ 7 ഒറ്റത്തൂക്കങ്ങളുടെയും പയറ്റുകൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ ആൻഡ് പാർട്ടി നടത്തുന്ന അതിഗംഭീരമായിട്ടുള്ള ഗാനമേളയുണ്ട്. ആ ഗാനമേള ഏതാണ്ട് 10 മണി വരെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗാനമേളയ്ക്ക് ശേഷം നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനമെന്ന നിലയിൽ ഇത്തവണ 3 ഗരുഡൻ തൂക്കം 3 ചാടാണുള്ളത്. ആ ഗരുഡൻ തൂക്കം വാരനാട് തെക്കേ തെരുവിൽ പാലത്തിൻ്റെ തൊട്ടു മുന്നിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് 3 സ്ഥലത്തുനിന്ന് ഗരുഡൻ പയറ്റി അവിടെ വന്നിട്ട് ചാടേ കയറി അവിടുന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അത് വലിച്ച് ഓരോ ആളുകളാണ് ഭക്തജനങ്ങളാണ് നടത്തുന്നത്. ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവം 10-ന് ആരംഭിക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ NK സുരേന്ദ്രനാഥ വർമ്മ, വൈസ് പ്രസിഡന്റുമാരായ KN ഉദയവർമ്മ, N വേണുഗോപാൽ, സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ, മറ്റു ഭാരവാഹികളായ T സജീവ് ലാൽ, P അനിയപ്പൻ, K ശ്രീനിവാസ്, പബ്ലിസിറ്റി കൺവീനർ സുരേഷ് എസ് നായർ, VA മഹാദേവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 9-ന് കൊടിക്കൂറ സമർപ്പണം, 9:30-ന് അഖില കേരള ധീവരസഭ വാരനാട് ശാഖയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ വരവ് എന്നിവ നടക്കും. 10-ന് ക്ഷേത്രം തന്ത്രി കടിയക്കോൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടക്കും. തുടർന്ന് മഹാപ്രസാദമൂട്ടും ഊരുവലം എഴുന്നള്ളത്തും വൈകുന്നേരം ദേശതാലിപ്പൊലികളും നടക്കും. കുംഭഭരണി ഉത്സവ ദിനമായ 23-ന് രാവിലെ 4:30 മുതൽ ഭരണി ദർശനവും, 8:30-ന് പഞ്ചരത്ന കീർത്തനാലാപനവും, വൈകുന്നേരം 7-ന് ഒറ്റത്തൂക്കങ്ങളും, 8-ന് പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണന്റെ ഗാനമേളയും, 12:30-ന് 3 ഗരുഡൻ തൂക്കങ്ങളും നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല തെക്ക് കുന്നത്ത് ശ്രീ ഖണ്ഡകർണ ക്ഷേത്രത്തിൽ കൃഷ്ണശിലഭാഗ്യ തിരുമുറ്റ സമർപ്പണം നടന്നു. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല തെക്ക് കുന്നത്ത് ഖണ്ഡകർണ ക്ഷേത്രത്തിലെ കൃഷ്ണശിലഭാഗ്യ തിരുമുറ്റ സമർപ്പണം നടന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഖണ്ഡാകർണന്മാർ ഇത്രയും കരപ്പുറത്തേ ഉള്ളൂ, ചേർത്തലയിലേ ഉള്ളൂ. ചേർത്തലയും നമ്മൾ പറയുന്ന ഈ കരപ്പുറത്തിൻ്റെ മണ്ണിലും നമ്മൾ ഈ പഞ്ചായത്തൊക്കെ ഭൂപടം വഴി നോക്കിയാൽ ചേർത്തല മണ്ഡലം കഴിയുമ്പോൾ നമ്മൾ തുറവൂർ അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും ഒക്കെ ചേർത്തല താലൂക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇടങ്ങൾ തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതലെല്ലാം ഉള്ളത്. അതൊരു കാലത്തിൻ്റെ പ്രത്യേകതയാണ്. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് നിന്ന് നമ്മുടെ നാട് എന്തുകൊണ്ട് ഇതിനെ ചേർത്ത് നിർത്തി എന്നുള്ളതും അതെല്ലാം ഈ നാട്ടിലൊരു ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഉയർച്ച വളർച്ചയുടെ ഭാഗമായി തന്നെയാണ് ഇതെല്ലാം ഇവിടേക്ക് ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് ഗുരുദേവൻ തന്നെ ഏറ്റവും കൂടുതലായി ഈ അല്ലെങ്കിൽ ശൈവ രീതികളെ ചേർത്ത് നിർത്തിയ ഒരാളായിരുന്നു. ഞാനതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ പറഞ്ഞതുപോലെ അപ്പോൾ അത്രയും വലിയ പ്രാധാന്യം ഖണ്ഡാകർണം എന്നുള്ളതിനുണ്ട്. അത് നീതിയുടെയും അനീതിക്കെതിരായിട്ടുള്ള നിലപാടുകളുടെയും നീതിക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെയും ഒരു വലിയ പ്രതീകമായിട്ടാണ്, ഒരു ജനതയെ ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത്തരമൊരു സങ്കല്പവും വിശ്വാസവും എല്ലാം. ദേവസ്വം പ്രസിഡന്റ് D ബാബു എരവക്കാട്ട് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് തിരുമുറ്റ സമർപ്പണം നടന്നു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ S സോബിൻ, ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിനയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കരുവ മോഹനൻ, ചേർത്തല സൗത്ത് പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ രമാമധു, SCB 1344 പ്രസിഡന്റ് K രമേശൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ദേവസ്വം സെക്രട്ടറി K മോഹനൻ മണ്ണാശ്ശേരിയിൽ സ്വാഗതവും ദേവസ്വം വൈസ് പ്രസിഡന്റ് VG ഗോപാലകൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല.
പുതുതായി അനുവദിച്ച 9 കോടി രൂപ മുടക്കി ദേശീയ നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന വാരനാട് ചെങ്ങണ്ട റോഡ് നിർമ്മാണത്തിന് മന്ത്രി പി പ്രസാദ് തുടക്കം കുറിച്ചു. നിർമ്മാണോദ്ഘാടനം ചേർത്തല തണ്ണീർമുക്കം റോഡിലെ വാരനാട് ജംഗ്ഷനിലാണ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചത്. പുതുതായി അനുവദിച്ച 9 കോടി രൂപ മുടക്കി ദേശീയ നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന വാരനാട് ചെങ്ങണ്ട റോഡ് നിർമ്മാണത്തിന് മന്ത്രി പി പ്രസാദ് തുടക്കം കുറിച്ചു. 4.28 കിലോമീറ്റർ വരുന്ന റോഡുകളായ ചെങ്ങണ്ടവളവ, കാളികുളം ജംഗ്ഷൻ, വാരനാട് ക്ഷേത്രം, വാരനാട് ജംഗ്ഷൻ എന്നീ റോഡുകൾക്ക് ഇരുവശവും നടപ്പാതയും ടൈലും കലിങ്കുമാണ് നിർമ്മിക്കുന്നത്. റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം ചേർത്തല തണ്ണീർമുക്കം റോഡിലെ വാരനാട് ജംഗ്ഷനിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. എനിക്ക് തന്നെ അനുവദിച്ച ബജറ്റിൻ്റെ ഭാഗമായി അനുവദിച്ചതെന്ന് 14 കോടിയോളം രൂപയാണ്. അതിനകത്ത് 9 കോടി രൂപ ഇതിനു വേണ്ടി ചെലവാകുന്നു. ഇത് മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം മാത്രമായി കഴിഞ്ഞാൽ വീണ്ടും ഒരു പരാതി അവിടെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ പഞ്ചായത്തിലേക്ക് ഒരു റോഡിൻ്റെ വേണ്ടി അല്ലെങ്കിൽ 2 റോഡുകൾക്ക് വേണ്ടി മാത്രമായി നമുക്ക് 9 കോടി രൂപ നീക്കി വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. എല്ലാ പഞ്ചായത്തുകൾക്ക് വേണ്ടി വീതം വെച്ച് കൊടുത്താൽ ഈ റോഡ് ഒരിക്കലും നമുക്ക് നടപ്പിലാക്കി കൊണ്ടുപോകാൻ പ്രയാസമാവുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് റോഡ് ഏറ്റവും സഞ്ചാരയോഗ്യമാവണം. അതെങ്ങനെയാവണം എന്ന് വീണ്ടും ആലോചിച്ചു, നമുക്ക് ചെയ്തു. വീണ്ടും ഓരോ കാലത്തും വീണ്ടും ചെയ്യുക എന്നുള്ളതൊരു പ്രയാസമുള്ള കാര്യമാണെന്നുള്ളതുകൊണ്ട് ആധുനിക നിലവാരത്തിൽ, അതാണിപ്പോൾ BMBC നിലവാരത്തിലുള്ള റോഡെന്ന് പറഞ്ഞാൽ BMBC നിലവാരത്തിലേക്കുള്ള റോഡാക്കി ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ 9 കോടി രൂപയാണ് ആവശ്യമായി വന്നത്. ആ 9 കോടി രൂപയും ഇതിനു വേണ്ടി അനുവദിച്ച് ഈ റോഡ് ഗംഭീരമാക്കണം എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ 9 കോടി രൂപയും അനുവദിച്ചു. ടെൻഡർ നടപടികൾ പൂർത്തിയായി, വർക്ക് അവാർഡ് ചെയ്തു. ഇന്ന് വർക്ക് തുടങ്ങുന്ന തരത്തിലേക്കാണ്. തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വിജയശ്രീ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G ശശികല, NK ഹരിഹര പണിക്കർ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രവീൺ G പണിക്കർ, ജയേഷ്, അനീഷ്, ജോസഫ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ചിത്ര, ഓവർസിയർ ലാൽ, NV സുധാകരൻ, UN ആനന്ദരാജ്, ഇന്ദുലേഖ, എലിസബത്ത് ജോസഫ്, തോമസ് വടക്കേക്കരി, PV സുരേഷ് ബാബു, അനീഷ് ഷാജി എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 2ാം വാർഡിൽ 50 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കറുകോട് അങ്കണവാടി റോഡ് ഉദ്ഘാടനം നടന്നു. സലാം MLA റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 2ാം വാർഡിൽ 50 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച കറുകോട് അങ്കണവാടി റോഡ് ഉദ്ഘാടനം നടന്നു. 318 മീറ്റർ നീളത്തിൽ BMBC നിലവാരത്തിൽ ടാറിങ്ങും 70 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റിലും പൂർത്തിയാക്കിയ റോഡിന് 3.5 മീറ്റർ വീതിയാണ് ഉള്ളത്. ഈ ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കാണയും നിർമ്മിച്ചു. സലാം MLA റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. നിരവധി റോഡുകൾ, ഏതാണ്ടൊരു 130-ലധികം വരുന്ന റോഡുകൾ നമുക്കിപ്പോൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10-15 റോഡുകൾ ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുകയാണ്. പുതുതായിട്ട് നിർമ്മാണം ആരംഭിക്കുന്ന ഒരു 10-15 റോഡുകൾ ഇപ്പോൾ ഉണ്ട്. ഗവൺമെൻറ്റിലേക്ക് ഇപ്പോൾ അനുവാദത്തിന് വേണ്ടി കൊടുത്തേക്കുന്ന 6 റോഡുകൾ വേറെയുണ്ട്. 3 കോടിയിൽ ഉൾപ്പെടുത്തിയിട്ട് 6 റോഡുകൾ വേറെയുണ്ട്. അപ്പോൾ ഒരു 150 റോഡുകളെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഈ കാലത്തിനുള്ളിൽ നമുക്ക് പുതുതായി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ നിയോജക മണ്ഡലത്തെ റോഡുകൾക്ക് വേണ്ടി ഇതുവരെ ചെലവഴിച്ചത് 263 കോടി രൂപയാണ്. പാലങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് 249 കോടി രൂപയാണ്. അപ്പോൾ റോഡുകളും പാലങ്ങളും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം സഞ്ചരിക്കാനുള്ള വഴിയാണ്. ഈ 2ാം വാർഡിലെ മിക്കവാറും നേരത്തെ ഉള്ള ധാരാളം ആവശ്യങ്ങൾ, ഇവിടെ തന്നെ കുറച്ച് പ്രയാസമേറി കിടന്ന റോഡാണ്. ഇവിടെ ഇടയ്ക്ക് വെള്ളക്കെട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മിക്കവാറും വെള്ളക്കെട്ടായിട്ട് തന്നെ പൂർണ്ണമായിട്ട് കിടന്ന ഭാഗമാണ്. അത് റോഡ് ഉൾപ്പെടെ നിർമ്മിച്ച് ആ വെള്ളക്കെട്ട് പ്രശ്നം ഇല്ലാത്ത നിലയിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന നിലയിൽ ആലോചിച്ചിട്ടാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. ശാന്താറാമിന്റെ വസതിയിൽ ചേർന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PR രതീഷ് കുമാർ, പഞ്ചായത്ത് അംഗം P മഹേഷ്, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ S ബിനുമോൻ, മുൻ വൈസ് പ്രസിഡന്റ് AP സരിത, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PU ശാന്താറാം, K ശിവൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥ ആലപ്പുഴ ജില്ലയിലെത്തി. അരൂരിലും ചേർത്തലയിലും സ്വീകരണം നൽകി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തലയിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. ശനിയാഴ്ച പ്രതിനിധി സമ്മേളനത്തിനും പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുപ്പിന് ശേഷം യോഗം സമാപിച്ചു. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഇതേ വ്യക്തിയുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും ഇത് UDF-നെ മോശക്കാരാക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്നും രമേശ് ചെന്നിത്തല MLA.
ജില്ലയിൽ അഗ്രികൾച്ചർ കോംപ്ലക്സ് ഒരുങ്ങുന്നു. 35.5 കോടി രൂപ ചെലവിൽ പൂർത്തിയാകുന്ന കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി 18 വൈകിട്ട് 4 മണിക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും. ഇതിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.